ഇന്ന് കൊല്ലത്ത് നടന്നൊരു സംഭവമാണ്. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സൊരു വിഷമം കൊണ്ട് ഒരുമാതിരി വീർപ്പ് മുട്ടുന്നു. കാരണം വേറെ ഒന്നുമല്ല, തിരുപ്പതിയിലുള്ള ഒരു തമിഴ് ഫാമിലി അവര് എടത്തോ വന്നിട്ട് പോയ വഴിക്ക് ഒരു 6 വയസ്സായ ഒരു പെൺകുച്ച് അത് അതിന്റെ മുത്തശ്ശന്റെ കൂടെ അടുത്ത് കിടന്ന് ഉറങ്ങുകയായിരുന്നു. ആ കുഞ്ഞിനെ ഒരുത്തൻ വിളിച്ചുകൊണ്ട് പോയി പീഡിപ്പിച്ചു എന്നാണ് വാർത്ത. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഈ വാർത്ത കേരളത്തിൽ അടിക്കടി സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ആൾക്കാര് ഈ നിയമം വടക്കേ ഇന്ത്യയിലെ പോലെ ആയിക്കൂടാത്തത്? അവിടെ നിയമം കയ്യിലെടുക്കുന്ന പോലീസുകാരൊന്നും അല്ല, അവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. കാരണം ഒരുത്തൻ ഒരു കൊല നടത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുത്തൻ ഒരു വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാൽ അപ്പോഴ് തന്നെ അവന്റെ കാലും കൈയും തല്ലി ഒടിച്ച് പരുവമാക്കി വിടുന്ന ഒരു പ്രവണത നമ്മളിപ്പം കണ്ടല്ലേ. ആ പ്രവൃത്തിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് ഒരു 3 ദിവസം പോലും ആയിട്ടില്ല, ഒരു 6 വയസ്സായതോ അത് 4 വയസ്സോ വയസ്സ് ഇതേ സമപ്രായമാണ് ഒരു പെൺകൊച്ചിനെ ഒരുത്തൻ ഇതുപോലെ ചെയ്തത്. നശിപ്പിച്ച് പീഡിപ്പിച്ചെന്ന് പറയാം. നമ്മൾ എന്തിനാ മറ്റുള്ള രീതിയിലോട്ട് പോകണം? ആ വാക്കുകൾ പറയാൻ നമുക്ക് നാവ് പൊങ്ങൂല. അവനെ ആര് മെയിനായിട്ട് നിന്ന് ചെയ്തെന്നറിയാം? അവന്റെ സ്വന്തം മകൻ, അതുപോലെ ആ കൊച്ചിന്റെ അമ്മ, ഇവര് എല്ലാരും അവർക്ക് തന്നെ ഒരുമാതിരി തോന്നി. ഇവനെ ആ കുഞ്ഞിനെ എവിടെയാണോ ഇവൻ എന്താ ചെയ്തിട്ടുണ്ടോ ആ ചെയ്ത സ്ഥലത്ത് വെച്ച് തന്നെ ഇവനെ ചുട്ടുകൊന്നു. അതിന്നൊരു 3-4 ദിവസം ആവത്തേ ഉള്ളു. ഇപ്പൊ നേരെ തിരിച്ചതേ കേരളത്തിൽ നടന്ന സംഭവം. അതാ കൈയോടെ പിടിച്ച് മുഖം മറച്ചിട്ടില്ല, മുഖം കാണിച്ചു. കൊല്ലത്തുള്ള ഒരുത്തനാണ്. ആ കൊല്ലത്തുള്ള ഒരുത്തന് അവന്റെ ഫാമിലി അവനെ ഓർത്തില്ല. അവൻ വിചാരിച്ചെന്നറിയാം, സാധാരണ ഈ പോലീസ് പിടിക്കുമ്പോൾ മുഖം മറയ്ക്കുമല്ലോ, അവര് മുഖം മറച്ചിട്ടില്ല. സംഭവം എന്താ, അവര് കാണട്ടെങ്കിൽ കണ്ടോട്ടെ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെ അവന്റെ മുഖം മറയ്ക്കാതെ കൊണ്ട് ഈ നാറി ഒന്നറിയണമായിരുന്നു. ഇവന് ഭാര്യ കാണും, ഇവന് ഫാമിലി കാണും, ഇവന്റെ മക്കള്, മരുമക്കള്, കൊച്ചുമക്കള്, ഇതൊക്കെ ഉള്ള ഒരുത്തനായിരിക്കും. സാനിഷ് പേര്, അടിപൊളി പേരാ. അവന്റെ അമ്മയച്ഛനും ഇട്ടുകൊടുത്ത പേരാണോ എന്നറിയത്തില്ല. അത് ആ കുഞ്ഞ് അലറി കരഞ്ഞു എന്ന് പറയുന്നുണ്ട്. അടുത്തുള്ള ആൾക്കാർ കണ്ടിട്ടാണ് ചെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഇവനെങ്ങനെ തോന്നുന്നു? ഇവന്റെ ധാരണ എന്ന് പറയും, കുറച്ചുനാളെ ജയിലിൽ കിടന്ന് ഇപ്പൊ ജയിലിൽ ശമ്പള വർധന ഉണ്ടായി, അപ്പൊ അതൊക്കെ കൊണ്ടിട്ട് തിന്ന് സൂഹിച്ച് അവിടെ കിടക്കാം എന്ന ധാരണയിലായിരിക്കും പുള്ളിക്കാരെ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. പക്ഷെ എന്ത് ചെയ്യാൻ, പാളിപ്പോയി. മുഖം നന്നായിട്ട് കണ്ടു. ഇനി അവന്റെ കഷ്ടകാലമായിരിക്കും. അവൻ വിചാരിച്ചു ആരും അറിയാതെ രക്ഷപ്പെട്ടിട്ട് ഇങ്ങനെയും രക്ഷപ്പെട്ടിട്ട് ഇവന്ന് പുറത്തിറങ്ങാന്ന്. അവന് പാളിച്ച പറ്റിയതാണ്. പക്ഷെ ഇവനൊന്ന് ചിന്തിക്കണം, അവനൊരു കുടുംബം ഉള്ളതാണ്, അവന്റെ കുടുംബ ഫാമിലിയുടെ കാര്യം എന്നല്ലെങ്കിൽ ഇവന്മാരൊന്നും, ഇവനൊന്നല്ല ഒരുത്തനും ചിന്തിക്കണില്ല. എത്ര അനുഭവം കിട്ടിയാലും ഇവന്മാര് ചിന്തിക്കുന്നില്ല. അതാണ് മെയിനായിട്ട് ഒരു കാരണം. ദേ ഇരിക്കുന്നു, ഇവനെ കണ്ടോ? കാണാത്തവരൊന്നും കണ്ടോ? ഇന്നത്തെ സംഭവമാണേ ഒന്ന് കണ്ടോ, നന്നായിട്ട് കണ്ണു നിറച്ച് കണ്ടോ. കൊല്ലത്തുള്ള ഒരുത്തനാണെന്നാണ് പറഞ്ഞത്. കൊല്ലത്തുള്ള ഒന്ന് കണ്ടോ കേട്ടോ. അറിയാവുന്നോണ്ടെങ്കിലേ നിങ്ങളെ പരിസരത്ത് എവിടെയെങ്കിലും ഒക്കെ ആരെങ്കിലും ആണെങ്കിൽ ഇവനെ തല്ലി കൊല്ലണം കേട്ടോ. ഇവനെ എപ്പോഴും പുറത്തിറങ്ങിയാലും പെൺകുട്ടികളെയൊക്കെ സൂക്ഷിക്കുക, തല്ലി കൊല്ലണം. നിയമത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ. ഇങ്ങനെയുള്ളവന്മാരെ നിയമത്തിന്റെ മുന്നിൽ വിട്ടുകൊടുക്കാതെ ജനങ്ങളുടെ കയ്യിൽ വിട്ടുകൊടുത്ത് ജനങ്ങളാൽ ഇവനെ തന്നെ ശിക്ഷ കൊടുത്ത് ഇവൻ ജീവിതത്തിൽ ഒരു ഒരു ജീവികളെ ഇവൻ നോക്കാത്ത രീതിയിലാക്കണം. അല്ലെങ്കിൽ ഇവന്റെ കാലും കൈയും തല്ലി ഓടിക്കണം. അങ്ങനെ പറ്റുമോ കൂട്ടുകാരെ നിങ്ങൾക്ക്? എല്ലാത്തിനും ഇറങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ, നല്ല ചൊടിയുള്ള ആമ്പിളരുടെ മുന്നിലോട്ട് വിട്ടുകൊടുക്കും. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നല്ല ധൈര്യമുള്ള ആമ്പിളരുടെ മുന്നിൽ വിട്ടുകൊടുക്കണമെന്ന്. അതുപോലെ ഇവനെ അങ്ങനെ തന്നെ വിട്ടുകൊടുക്കണം. നിയമത്തിന്റെ മുന്നിൽ വിട്ടുകൊടുത്താൽ ഇവൻ കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇറങ്ങി വരും. അതും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇവനെ നിയമത്തിന്റെ മുന്നിൽ വിടാതെ ജനങ്ങളെ കയ്യിൽ തന്നെ കൊടുക്കണം. ഇവനെ പട്ടിയെ തല്ലി കൊല്ലും പോലെ തല്ലി കൊല്ലണം. അങ്ങനെ ചുണയുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യും കേട്ടാ. നമുക്ക് ഇവനെ ഒന്ന് കാണാം, കണ്ടിരുന്നോ? നമുക്കൊന്ന് കാണാം കേട്ടാ. അതാ കാണിക്കാം.